ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് രാവിലെ 5 മണിയാണ്. ഇന്ന് 5 മണിക്ക് നല്ല തണുപ്പുണ്ട്. ഇന്ന് വലിയ വെയിലൊന്നും ഉള്ള ഒരു നമ്മുടെ ഒരു കാലാവസ്ഥയൊന്നും അല്ല കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ തുണികളൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിന്നൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങ് തീർന്ന് കിട്ടുമല്ലോ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അയ്യോ തുണി നനച്ചില്ല, അത് ചെയ്തില്ല എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വെറുതെ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ തുണിയൊക്കെ ഒന്ന് നനച്ചിടണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ എവിടെ നിന്നോ കിട്ടിയാണ് കേട്ടോ. കാരണം അവൻ ഇരുന്ന് കുളിക്കാനായിട്ട് നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അവൻ അതിനകത്ത് കൊണ്ട് ഇരുത്തി അവൻ അതിലൊക്കെ നീന്തി കളിക്കുക. അവൻ്റെ കുഞ്ഞിലത്തെ സ്വിമ്മിങ് പൂളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കൊണ്ടിട്ട് അവൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഇത് കളയാനൊക്കെ പോയ സമയത്ത് ഞാൻ കൊടുക്കാതെ പിടിച്ച് വാങ്ങിച്ച് വെച്ചു കേട്ടോ. എൻ്റെ ഉദ്ദേശമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമര വളർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് തുണിയൊക്കെ നനച്ചിടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് തുണി നനച്ചിടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഇപ്പം മുന്നേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് 4 വർഷം മുന്നേ. എന്നിട്ട് എനിക്ക് കുറേ തിരക്കുകളൊക്കെ ആയപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു 12 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ ചാനൽ മാത്രം ആരും കാണുന്നില്ല, എനിക്ക് വ്യൂ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിയുമ്പോൾ ചേട്ടായി അങ്ങനെ കളിയാക്കി കൊല്ലും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു വെറും 10 ദിവസമായേ ഉള്ളൂ നീ ഈ ചാനൽ വീണ്ടും തുടങ്ങിയിട്ട്. എന്നിട്ട് നിൻ്റെ ചാനൽ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് നീ ഇവിടെ ഇരുന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പും ഒക്കെ ഉണ്ട്. എന്നിട്ടാണോ നീ ഇങ്ങനെ ഇടന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ 2 വീഡിയോസിന് 1K അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരും എൻ്റെ വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ കാണുന്നവരെ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. അതൊക്കെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങളെ സ്വന്തം ഇഷ്ടമാണല്ലോ. എന്നിരുന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വ്ളോഗാണ് ചെയ്യണത് കേട്ടോ. ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് നിയ എന്നാണ് കേട്ടോ. എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഉള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ, ഹസ്ബൻഡും മോനും പിന്നെ സൗമ്യമ്മയാണ് ഉള്ളത് കേട്ടോ. സൗമ്യമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയമ്മയാണ്. സൗമ്യമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും അധികം കാണാത്തത്. എന്തായാലും 2-3 ദിവസത്തിനകം വീണ്ടും വീഡിയോസിൽ വരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചു. കാരണമെന്ന് വെച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ല. പിന്നെ നമ്മൾ അങ്ങ് അടുക്കളയിൽ പെട്ട് പോവുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ തുണിയും നനച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പറക്കിയിട്ടും ഡീപ്പ് ക്ലീനിങ് ഒക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങ് ചെയ്താലും മതിയല്ലോ. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ. മെയിൻ റോഡൊന്നുമല്ല, നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നില്ല ആ റോഡാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്നാലും നല്ല പൊടിയാണ്. പിന്നെ ചന്തൂട്ട് ഇവിടെ വന്ന് സ്നാക്സൊക്കെ കഴിക്കുന്ന കാരണം അതിൻ്റെയൊക്കെ പൊടികളും ഒക്കെ വീണ് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കളയാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അത് മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്. ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സമയം പോകാനായിട്ട് ഒരു സന്തോഷമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാറ്റ്, അപ്പോൾ ചന്തൂട്ടം വന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ. ഫോണിൽ എന്തോ കണ്ടതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. പെട്ടെന്ന് പോയി സ്കൂളിൽ പോകാൻ റെഡിയാവും, നേരമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ മാറ്റിൽ നമുക്ക് നിറയെ പൊടികൾ അടക്കുമ്പോൾ ഞാനൊരു കുറ്റി ചൂല് വെച്ചാണ് ഈ മാറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഈ ഒരു ചൂല് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടികളൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിൽ വാക്യൂം ക്ലീനർ ഉണ്ട്, പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല കേട്ടോ. അറിയാം, പക്ഷേ എനിക്കത് ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത്. അതെടുത്ത് പൊക്കി എടുത്തുകൊണ്ട് വന്ന് പിന്നെ അതിൽ വെച്ച് പൊടി അടിക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തങ്ങ് ഇട്ടുകളയും കേട്ടോ.
അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് പാത്രങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നേരമായിട്ട് കിട്ടിയില്ല. കാരണം ഇന്നലെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. കുറേയധികം പാത്രങ്ങളുണ്ടായില്ല, കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചൺ ടൂർ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കിച്ചൺ ടൂർ ഇടാമേ. നമ്മൾ ഗ്രീൻ കളർ കിച്ചണാണ് കേട്ടോ. നമ്മളത് മോഡുലാർ കിച്ചണല്ല, നോൺ മോഡുലാറാണ്. അപ്പോൾ മോഡുലാർ നമ്മൾ അടുത്ത വർഷം ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടോ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്ന ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ വിഷമം നന്നായിട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ഇതും കൂടി മാറാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വ്ളോഗൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണലിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേറെ ആരെയും കാര്യമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാര്യം പറയാനും വ്ളോഗ് ഇടാനൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് എന്തോ ചെയ്യാനുള്ള പോലെ ഒരു ഫീൽ. മറ്റേ നമ്മളിങ്ങനെ അടുക്കളയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പിന്നെ വല്ല സിനിമയും ഡൗൺലോഡ് ചെയ്ത് കാണും, അങ്ങനെയൊക്കെയാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. ഈ ഒരു പൂച്ച ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ അരി കഴുകി വെള്ളത്തിലേക്ക് ഇട്ടേക്കാണ് കേട്ടോ, കഞ്ഞി വെക്കാനായിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ചെറിയ കുറ്റങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ ഒന്ന് അടുപ്പിലേക്ക് ഇടുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ചോറങ്ങ് ആയി കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നമുക്കിന്ന് കുറച്ച് ചോറ് കെട്ടാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും വാഴക്കൂമ്പ് വെക്കുന്നുണ്ട്. നമ്മളെ വീഡിയോസിലെ വാഴക്കൂമ്പ് വിവാദമാണ് കേട്ടോ. കാരണം ഞാൻ വാഴക്കൂമ്പ് അരിയുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് നെഗറ്റീവ് കമൻസൊക്കെ വന്നു. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ട് ഇതിൻ്റെ കറ കളയണ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതിലൊരാൾ എനിക്ക് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിരുന്നു, ഇതിൽ എണ്ണ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറയെല്ലാം പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പം വളരെ താങ്ക്സ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് വെക്കുകയാണേ. അപ്പോഴത്തേക്കാണ് അതിൻ്റെ കറ പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ എണ്ണ ഒഴിച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഇത്രയും വാഴക്കൂമ്പ് ഇന്നത്തേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനത് അരിഞ്ഞത് കുറച്ച് എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. അതിന് ശേഷം ഞാൻ അതിനോട് തേങ്ങയൊക്കെ തിരുവി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിരക ഇളകി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒരു പരസ്യത്തിൽ കണ്ടായിരുന്നു കേട്ടോ, ഒരു ചിരക അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തേങ്ങ തിരുവാം, അതിന് ശേഷം അതിനെ എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങണം. പിന്നെ ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചൂട് സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? വീട്ടമ്മമാരൊക്കെ ജോലി എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കാണ്ട് ഇങ്ങനെ നടക്കുമായിരിക്കും അല്ലേ, മക്കളെ കാര്യങ്ങളൊക്കെ മാറ്റി നോക്കിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നടക്കാനൊക്കെ പോകണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ജിമ്മിൽ പോക്കൽ ഞാൻ പറഞ്ഞില്ല, അതെന്തായാലും ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കുറേയധികം പ്രശ്നങ്ങളുണ്ട്. 7:30 തിരിച്ച് വരാനും എടുക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും നടക്കാൻ പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. എങ്ങനെയെങ്കിലും എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യണം. അതിന് എന്നെ ഈ വീഡിയോയും ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം വീഡിയോയിൽ എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു തോന്നലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മുന്നേ ഒരു 30 കിലോ കുറച്ചിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ അതായത് ഞാൻ ഫുഡ് കഴിക്കാതെയാണ് കൂടുതലും വെയിറ്റ് കുറച്ചത്. അതിനുശേഷം ഫുഡ് കഴിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ അതിൻ്റെ ഡബിളായിട്ട് വെയിറ്റ് കൂടി. സത്യം പറയാൻ 24 കിലോയാണ് കൂടിയിരിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന്, 24 കിലോയാണ് ഞാൻ കൂടിപ്പോയത്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം കൊണ്ട് ഞാനത് സാധിച്ചെടുക്കും കേട്ടോ. എൻ്റെ മനസ്സിൽ ആ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പയറ് തോരനും അതിൻ്റെ ഇടയിൽ കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ
ചോറ് ഇടാനുള്ള കറികളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് രാവിലെ നമ്മുടെ എല്ലാ പണികളും അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം നമുക്കായിട്ട് കിട്ടും അല്ലേ. അപ്പം ഞാനും അങ്ങനെ എനിക്ക് വേണ്ടി കുറേ സമയം എടുക്കാറുണ്ട് കേട്ടോ, കുറച്ച് സമയം എടുക്കാറുണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലും ബുക്സ് വായിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണും. പിന്നെ എൻ്റെ ഫേവറേറ്റ് കോഫി ഇട്ട് കുടിക്കും. അങ്ങനെ കുറേ സെൽഫ് കെയർ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സ്കിൻ കെയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എൻ്റെ ഈ വെയിറ്റ് കൂടുതൽ കാരണം എൻ്റെ കഴുത്തിൽ നല്ല പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഫേസ് ഒരു കളറ്, കഴുത്തൊരു കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ ചെയ്തതിൽ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ഇട്ട് തരാമേ നിങ്ങൾക്കും കൂടി. അങ്ങനെ നമ്മൾ മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണേ. അപ്പം മീനൊക്കെ ഒന്ന് നല്ലോണം ഉരച്ച് കഴുകി എടുക്കണം കേട്ടോ. മീനൊക്കെ ഞാൻ കുറേ വെള്ളത്തിൽ കഴുകി എടുക്കും കേട്ടോ. എനിക്കതിൻ്റെ അധികം ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ലതായിട്ട് ഉരച്ച് കഴുകി എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ റെഡിയാക്കുവാണേ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, പിന്നെ മുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടെയാണ് ഞാൻ സാധാരണ മീൻ പൊരിക്കാനായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ മീനൊക്കെ ഒന്ന് പൊരിച്ച് വറുത്ത് കോരി എടുക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം തലയുണ്ട്, വലിയൊരു തല. അപ്പം എനിക്ക് തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒക്കെ പറയുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. എന്താണ് എൻ്റെ കൂട്ട് എപ്പോഴും കുറേ പിള്ളേർ കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ ഭയങ്കര ഞാൻ എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ. കുട്ടികളോടായാലും വലിയവരോടായാലും ഒക്കെ ഇങ്ങനെ പറയില്ല, ആളും തരവും ഇല്ലാതെ പെരുമാറുമെന്ന്. അതുമാതിരി എല്ലാവരുമായിട്ടും നല്ല കട്ട കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് പറയണമെന്നൊന്നും എനിക്കൊരു ബോധവും ഇല്ല. ഞാൻ നിങ്ങൾ ആരൊക്കെയോ എൻ്റെ ആരൊക്കെയോ ആണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുൾ അങ്ങ് പറയാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റ് കുറ്റം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുമല്ലേ. പിന്നീട് ആകുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരും കേട്ടോ. ഇപ്പം ഞാൻ വലിയ പ്രൊഫഷണൽ മോഡലിലൊന്നും അല്ലല്ലോ എടുക്കുന്നത്. എങ്ങനെയൊക്കെ അങ്ങ് ക്യാമറ വയ്ക്കുകയാണ്. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്കിൽ പോയി നോക്കും എന്നെ കാണുന്നുണ്ടോ, എന്നെ കിട്ടുന്നുണ്ടോ എന്ന്. കാരണം മുന്നേ ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നിലും ഞാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പറ്റിയത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പിറകെ പോയി നോക്കും കേട്ടോ, എന്നെ കിട്ടുന്നുണ്ടോ എന്ന്. കാരണം എൻ്റെ ഫ്രണ്ട് ക്യാമറ പൊട്ടിപ്പോയി കേട്ടോ. ഫ്രണ്ട് ക്യാമറ കാരണം പൊട്ടിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്ളോഗ് എടുത്ത് എൻ്റെ ഫോൺ ടപ്പനെ വന്ന് താഴത്ത് വീണ് മൂന്നാമത്തെ ഫോണാണ്. അങ്ങനെ താഴത്ത് വീണ് പൊട്ടിയതാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫോണൊക്കെ പൊട്ടിപ്പോയത്. അപ്പം ഫ്രണ്ട് ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെടുക്കുമ്പോൾ എനിക്കിങ്ങനെ ക്യാമറ നോക്കി എന്നെ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പം നമ്മൾ മീൻ പൊരിച്ചതായി, നമ്മളെ തോരനായി. ഇനി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു രസവും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറും വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിങ്ങനെ ഇതാക്കുകയാണ്, കഞ്ഞി എടുത്ത് ഇതിലിട്ട്. അങ്ങനെ നമ്മൾ ചോറായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, അതുപോലെ തന്നെ തോരനായിട്ടുണ്ട്. 2 തോരനുണ്ട്, വഴക്കൂമ്പ് പിന്നെ പയറും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൻ പൊരിച്ചത്. അങ്ങനെ ഞാൻ ചോറ് കയറ്റി. പക്ഷേ ചോറ് കയറ്റാനുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നേരമായിപ്പോയി, ക്ലാസ്സിന് പോകാനായിട്ട് നേരമായിപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി വിട്ടു കേട്ടോ. അങ്ങനെ ചന്തൂട്ടൻ സ്കൂളിലൊക്കെ പോയി. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടെ ബാക്കി കഴുകാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും, നിങ്ങൾക്ക് ബോറടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ തന്നെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നമ്മളെ ദിവസമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.